ചില സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർമാരുണ്ട്. തുടക്കക്കാർ മാത്രമല്ല ഈ ഒരു വിഭാഗത്തിൽ. തുടക്കക്കാർ ഈ കാര്യം ചെയ്താൽ സാരമില്ല, ക്ഷമിച്ചേക്കാം. നമ്മളും പണ്ട് ആരംഭകാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ കുറെ കാലമായിട്ടുള്ളവരാ. എല്ലാ സെഗ്മെന്റിലും പെട്ടവര് ഈ വിഭാഗത്തിലുണ്ട്. ഇൻട്രാഡേ ട്രേഡർമാരും സ്വിംഗ് ട്രേഡർമാരും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻകാരും എല്ലാം. ഇവരെന്താ ചെയ്യുന്നത്? രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മുതൽ ഇവര് ഓൺലൈനിലുണ്ട്. പക്ഷെ ഇവര് മാർക്കറ്റ് അല്ല വാച്ച് ചെയ്യുന്നത്. പിന്നെ എന്തുവാ? കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ചാനലുകളും ഉണ്ട്. മാസം 1000, 2000, 3000 ഒക്കെ വരിസംഖ്യയായിട്ട് എണ്ണിക്കൊടുത്ത് മെമ്പർ ആയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ചാനലുകളും. അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ചാനലിലും ഒക്കെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മുതൽ വന്നുകൊണ്ടിരിക്കും. എന്തുവാ? ട്രേഡിംഗ് ടിപ്സ്. എങ്ങനത്തെ ടിപ്സാ? ഏത്, എപ്പോൾ, എത്ര രൂപയ്ക്ക് വാങ്ങണം, ടാർഗറ്റ് എത്രയായിരിക്കണം, സ്റ്റോപ്പ് ലോസ് എത്രയാണ് വെക്കേണ്ടത്, ഇങ്ങനത്തെ ടിപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതനുസരിച്ച് ഇവന്മാരെ ട്രേഡിംഗ് നടത്തും. വാങ്ങിയ സാധനത്തിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല. അതിന്റെ പേര് പോലും പിന്നെ ഓർത്തിരിക്കുകയില്ല. ഇത് ഏത് സെഗ്മെന്റിൽ പെട്ട സ്റ്റോക്കാ അറിയത്തില്ല. ഇതിന്റെ 52 വീക്ക് ഹൈ എത്രയാന്ന് ചോദിച്ചാൽ ഇവന്മാർക്ക് അറിയത്തില്ല. ഈ സ്റ്റോക്ക് ലാർജ് ക്യാപ്പ് ആണോ, മിഡ് ക്യാപ്പ് ആണോ, സ്മോൾ ക്യാപ്പ് ആണോ ചോദിച്ചാൽ അത് എന്നതാന്ന് പോലും ഈ വിഭാഗത്തിൽ പലർക്കും അറിയത്തില്ല. ഇങ്ങനെയുള്ള ട്രേഡർമാരോട് മാർക്കറ്റ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ അവരെ കൈമലർത്തും. നിഫ്റ്റി ഇപ്പൊ എത്രയാ ആർക്കറിയാം? ചില വിദ്വാന്മാരുടെ വിചാരം ഇങ്ങനെയാ, എന്തുവായി നിഫ്റ്റി അതുപോലും അറിയത്തില്ല. പക്ഷെ വലിയ ട്രേഡറാ. ഇത്തരം ട്രേഡർമാർക്ക് നഷ്ടം സംഭവിക്കുന്നില്ലായിരിക്കാം, അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇവര് മാർക്കറ്റിന് പുറത്താണ്. മാർക്കറ്റിൽ ഇവർക്കൊരു ഭാവിയില്ല, ഇവർക്കൊരു വളർച്ച ഉണ്ടാവില്ല. ടിപ്സ് കിട്ടുന്നത് നിന്നു പോയാൽ തീർന്നു ഇവരുടെ കച്ചവടം. ഇങ്ങനെയുള്ള ട്രേഡർമാര് ഒന്ന് വഴി മാറ്റി പിടിക്ക്. പതുക്കെ മതി, പെട്ടെന്ന് അങ്ങോട്ട് വേണ്ട. പതുക്കെ പതുക്കെ മാർക്കറ്റിനെ പഠിക്ക്, പതുക്കെ മാർക്കറ്റിനെ പ്രണയിക്ക്. അങ്ങനെ സ്വന്തമായിട്ട് സ്ട്രാറ്റജികൾ ഉണ്ടാക്ക്, അതുപയോഗിച്ച് ട്രേഡ് ചെയ്യ്, അതുപയോഗിച്ച് ലാഭം ഉണ്ടാക്ക്. അങ്ങനെ മാർക്കറ്റില് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്ക്. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുന്ന ഈ ടിപ്സ് ഉണ്ടല്ലോ, അത് നോക്കുക. എന്നിട്ട് ഈ ടിപ്സ് ഇത് തന്നവന്മാര് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഒന്നും പിടികിട്ടിയില്ലെങ്കിലും പതുക്കെ കുറെ കാര്യങ്ങളെങ്കിലും മനസ്സിലാകും. അവന്മാർ തരുന്ന ഒരുപാട് ടിപ്സുകൾ അങ്ങോട്ട് എടുക്കുക. അവയൊക്കെ എങ്ങനെയാണ് അവർ അനലൈസ് ചെയ്തത് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പുതിയ കുറെ പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചേക്കും, പുതിയ കുറെ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്താനും സാധിച്ചേക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.